ത്രിയേക ദൈവത്തിന്റെ പരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, സ്ലീബ പെരുന്നാളിന്റെ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഓർക്കപ്പെടുന്ന പേരുകളിൽ ഒന്നാണ് ഹെലനി രാജ്ഞിയും അവരുടെ മകനായ കുസ്തുന്തീനോസ് രാജാവും. ഇവരോടൊപ്പം തന്നെ ഓർക്കപ്പെടേണ്ട ഒരു പേരാണ് എഗേറിയ എന്ന തീർത്ഥാടകരുടെ. എഗേറിയ ഓർക്കപ്പെടേണ്ടതിന്റെ കാരണം അവരെഴുതിയ ഒരു യാത്രാവിവരണ ഗ്രന്ഥമാണ് ഇറ്റിനറേറിയം എഗേറിയ, ദ ട്രാവൽസ് ഓഫ് എഗേറിയ എന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകം പ്രത്യേകിച്ച് അവര് 381 AD മുതൽ 384 AD വരെ യെരുശലേമും കർത്താവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാന സ്ഥലങ്ങളൊക്കെ, ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് നടത്തിയ, അവിടെ താമസിച്ച് പഠിച്ച് ആരാധനയിൽ പങ്കെടുത്ത് നടത്തിയ ഒരു യാത്രാ വിവരണ ഗ്രന്ഥമാണ്. ഇതിൽ 2 ഭാഗങ്ങളിൽ അവര് ഈ കുരിശിന്റെ പ്രാധാന്യത്തെ പറ്റിയും അതിന്റെ പ്രസക്തിയെ പറ്റിയും ആദിമ സഭയിൽ എങ്ങനെയായിരുന്നു, പ്രത്യേകിച്ച് യെരുശലേമിൽ അതിന്റെ ഒരു ആരാധന രീതിയും എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് ദുഃഖവെള്ളിയാഴ്ച ദിവസത്തെ കുരിശിന്റെ വണക്കവും അന്നത്തെ ദിവസം കുരിശ് കുമ്പിടിയിലും ഒക്കെയുള്ള ഒരു വിവരണമാണ്. അത് അവരുടെ പുസ്തകത്തിൽ കൃത്യമായിട്ട് അതിനെപ്പറ്റി രേഖപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് അന്നേ ദിവസം രാവിലെ സ്ഥലത്തെ ബിഷപ്പ് എഴുന്നള്ളുകയും ഒരു ഡീക്കൻ ഈ കർത്താവിന്റെ തടിക്കുരിശ് അവിടെ മേശമേൽ കൊണ്ടുവെക്കുകയും ആളുകൾ വന്ന് കുമ്പിട്ട് ചുംബിച്ച് അതിനെ വണങ്ങി നമസ്കരിച്ച് അവിടെ ആരാധനയിൽ സംബന്ധിക്കുന്ന ഒരു വിവരണം പ്രത്യേകമായിട്ട് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഗേറിയുടെ പുസ്തകത്തിലെ യാത്രാവിവരണ ഗ്രന്ഥത്തിലെ 37-ാമത്തെ അധ്യായത്തിൽ ഇത് വിവരിക്കുന്നുണ്ട്. അന്നത്തെ ദിവസത്തെ അതിഭക്തിയോടുകൂടിയുള്ള വളരെ ഭക്തിസാന്ദ്രമായ ഒരു അനുഭവം എങ്ങനെയാണ് 4-ാം നൂറ്റാണ്ടിൽ തന്നെ കുരിശിനെ പറ്റിയുള്ള ആദിമസഭയുടെ ഒരു കാഴ്ചപ്പാടിനെ കൃത്യമായി വിവരിക്കുന്നുണ്ട്. രണ്ടാമത് സെപ്റ്റംബറിന്റെ മധ്യ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് 13-14 ദിവസങ്ങളിൽ യെരുശലേമിൽ ഒരു ദേവാലയം പ്രത്യേകമായിട്ട് അത് ഡെഡിക്കേഷൻ നടത്തുകയും സെപ്റ്റംബർ 14-ാം തീയതി കർത്താവിന്റെ കുരിശ് കണ്ടെടുത്ത ദിവസമായിട്ട് ആഘോഷിക്കുകയും ചെയ്തതിനെ പറ്റി കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 സംഭവങ്ങൾ, പ്രത്യേകിച്ച് സ്ലീബ പെരുന്നാളിന്റെ ഒരു തുടക്കം എന്നത് AD 381 മുതൽ 384 വരെയുള്ള ഒരു യാത്രാ വിവരണ ഗ്രന്ഥത്തിൽ തന്നെ അതിനു മുമ്പ് നടന്ന ഒരു സംഭവത്തിന്റെ സൂചന അവിടെ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ലീബ പെരുന്നാൾ ഇന്നോ ഇന്നലെയോ 7-ാം നൂറ്റാണ്ടിലോ ഒന്നും മാത്രം തുടങ്ങിയതല്ല. അതിനൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പെരുന്നാൾ ആദിമസഭ കർത്താവിന്റെ കുരിശ് കണ്ടെടുത്ത കാലം മുതൽ ആചരിച്ചു വരുന്നു എന്നുള്ളതിന്റെ തെളിവായിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും മറന്നു പോകാതിരിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഗലാത്യ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നത് തന്നെയാണ്. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരുന്നത്. ക്രൂശ് വിജയത്തിന്റെയും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രതീക്ഷയുടെയും ഒക്കെ ഒരു ചിഹ്നമാണ്. എഗേറിയുടെ പുസ്തകം കുറച്ചുകൂടെ ആധികാരികമായി ആദിമസഭയിൽ നിലനിന്നിരുന്ന കുരിശിന്റെ പ്രാധാന്യവും അതിന്റെ സാങ്കത്യവും അതിന്റെ ആരാധന ശൈലിയും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെയും ഇന്ന് നാം ചെയ്തു വരുന്ന ആരാധന രീതിയിൽ നിന്നും ഒട്ടും വിഭിന്നമായിരുന്നില്ല എന്നും അന്ന് പിതാക്കന്മാർ ആദിമസഭയിൽ ചെയ്തിരുന്ന അതേ കീഴ്വഴക്കങ്ങളും അതേ ആരാധന രീതിയുമാണ് ഇന്ന് നാം പിന്തുടരുന്നത് എന്നും ഒരു വെളിച്ചം നൽകുന്ന ഒരു ഗ്രന്ഥമായതുകൊണ്ട് അത് എന്നും എക്കാലവും ക്രൈസ്തവ സഭാ പാരമ്പര്യത്തിൽ ഓർക്കപ്പെടേണ്ടതും പഠിക്കപ്പെടേണ്ടതുമായ ഒരു പുസ്തകമാണ്. എല്ലാവർക്കും അനുഗ്രഹകരമായ ഒരു ദിനം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കും.